ഗുരുവായൂരപ്പ നമശിവായ. ഞാനിന്ന് തിരുവാതിരയെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തിരുവാതിര വരുന്നത് ഈ പ്രാവശ്യം ശരിക്കും തിങ്കളാഴ്ചയാണ്. പക്ഷേ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ആ ഒരു ദിവസം ആണ് വരുന്നത്. ശരിക്കും തിരുവാതിര പരമശിവൻ്റെ ജന്മനാളാണല്ലോ. അത് പൗർണമി കൂടി ഉണ്ടെങ്കിലാണ് ആ തിരുവാതിരയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും തിരുവാതിര 12 മണിക്കും 12നും 13നും ഉണ്ട്. അത് 12ന് ഒരു 11:24 മുതൽ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച 10:38 വരെ ആണ് ആ സമയം, തിരുവാതിരയുടെ യഥാർത്ഥത്തിലുള്ള സമയം. പക്ഷേ പഴമക്കാരൊക്കെ തിരുവാതിര ആഘോഷിച്ചിരുന്നത് തുടിച്ചിട്ടും അതുപോലെ രാവിലെ 7:30 വെളുപ്പിന് എണീച്ച് ഒക്കെയാണ് ദശപുഷ്പമൊക്കെ ചൂടലും എട്ടങ്ങാടി പുഴുങ്ങലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ സമയം മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ വന്നത് ഇങ്ങനെയാണ്. ശരിക്കും തിരുവാതിര നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഞായറാഴ്ച 11:24നും തിങ്കളാഴ്ച 10:38നും ഇടയ്ക്കാണ്. മുൻപ് 7 ദിവസം മുൻപൊക്കെ വ്രതം നോക്കിയിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ശരിക്കും പറഞ്ഞാൽ പ്രണവം കൊണ്ട് പ്രപഞ്ചത്തെ ഭരിക്കുന്നവൻ എന്നാണ് മഹാദേവനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഉത്തമ വരനെ ലഭിക്കാൻ വേണ്ടി ദീർഘ സുമംഗലി ആയിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടാണ് തിരുവാതിര നോമ്പ് നോക്കുന്നത് സ്ത്രീകൾ. തിരുവാതിരയുടെ അന്ന് 2 കാര്യമുണ്ട്. ഒന്ന്, ആർദ്ര എന്നുള്ളൊരു നക്ഷത്രം കൂടി, ആർദ്രവ്രതം കൂടി അന്നേ ദിവസമാണ്. ആർദ്ര നക്ഷത്രം പരമശിവൻ്റെ നക്ഷത്രമാണ്. പൗർണമി പാർവതി ദേവിയുടെ നക്ഷത്രമാണ്. രേവതി നാളിലൊക്കെ മുൻപ് കുളിച്ചിട്ട് തുടിച്ചു കുളിക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു നോമ്പുകൾ തുടങ്ങിയെന്നൊക്കെ 7 ദിവസം മുൻപ്. ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ മാറി. കാരണം കുളത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ തോട്ടിൽ പോയിട്ടോ പുഴയിൽ പോയിട്ടോ അങ്ങനെ കുളിക്കാനുള്ള സൗകര്യം കുറഞ്ഞു. നമ്മൾ ഓരോരുത്തരും വീട്ടിലെ കുളിമുറിയിലാണ് കുളിക്കുന്നത്. എന്നിരുന്നാലും ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ദശപുഷ്പം ചൂടലൊക്കെ ഉണ്ടായിരുന്നു. ദശപുഷ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിന് ഓരോ പുഷ്പങ്ങൾക്കും ഓരോ ദേവത സങ്കല്പമുണ്ട്. കറുക സൂര്യദേവൻ്റെയാണ്, അത് വ്യാധികൾ മാറും. വിഷ്ണുക്രാന്തിയാണ്, അത് വിഷ്ണുവിനെയാണ്. പിന്നെ മുക്കുറ്റി പാർവതീദേവിയുടെയാണ്, ഭർത്തൃ സൗഖ്യമാണ് അതിൻ്റെ. പൂവാങ്കുരുന്നില ബ്രഹ്മാവാണ്, ദാരിദ്ര്യ ദുഃഖമകറ്റും. നിലപ്പന ശിവൻ, പാപങ്ങൾ കഴുകിക്കളയും. പിന്നുള്ളത് കയ്യൂന്നി, അത് ലക്ഷ്മി ദേവിയാണ്, സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്. പിന്നെ ഉഴിഞ്ഞ ഭൂമിദേവിയാണ്, ബുദ്ധിമതിയാവും. പിന്നെ മുയൽ ചെവിയൻ, അത് കാമദേവനാണ്, ശരിക്കും അഭീഷ്ടസിദ്ധിയാണത്. ചെറുള യമരാജനാണ്, ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുള വയ്ക്കുന്നത്. തിരുതാളി ശ്രീകൃഷ്ണനാണ്, നെടുമാങ്കല്യം. അങ്ങനെയാണ് ദശപുഷ്പങ്ങൾ. ഇത്രയാണ് ദശപുഷ്പങ്ങൾ. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ എട്ടങ്ങാടി പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ അന്ന് സാധാരണഗതിയിൽ നമ്മൾ അരിയാഹാരം കഴിക്കാറില്ല, ഒരു നേരം മാത്രമാണ്. അപ്പോൾ അരിയാഹാരം ഒഴിവാക്കിയിട്ട് ഈ പുഴുക്കാണ് കഴിക്കാറ്. അപ്പോൾ പുഴുക്കാൻ ചേന, ചേമ്പ്, ചെറിയ ചേമ്പ്, പിന്നെ കാച്ചിൽ, കൂർക്ക, ഏത്തക്കായ, കിഴങ്ങ് അങ്ങനെയൊക്കെ ഉൾപ്പെട്ട പുഴുക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അതേമാതിരി കൂവ പായസം, അത് പ്രാധാന്യമാണ്. പിന്നെ മകയിരം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നതാണ്. ശരിക്കും അരിയാഹാരം കഴിക്കാറില്ല. ഗോതമ്പോ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം.
അന്ന് 7:30 വെളുപ്പിന് ഉണർന്നിട്ട് കുളിച്ച് വിളക്ക് കത്തിക്കണം എന്നൊക്കെയാണ് അത് പറയുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം അതൊന്നും അത്രയ്ക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം എല്ലാത്തിനും വ്യത്യാസങ്ങൾ വന്നല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന ഈ ഒരു സമയത്ത്, അതായത് തലേ ദിവസം ഞായറാഴ്ച 11:24 തിങ്കളാഴ്ച 10:38 വരെ തിങ്കളാഴ്ച ആ തിരുവാതിര നോമ്പ് എടുക്കുക. പിന്നെ ഇനി സംശയം വരികയാണെങ്കിൽ 2 ദിവസവും എടുക്കുക. അപ്പോൾ പിന്നെ ഇത് ഉള്ളിൽ പെടുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. തിരുവാതിര നോയമ്പ് എടുക്കുന്നത് സ്ത്രീകൾക്ക് അനിവാര്യമാണ്. നല്ല ഭർത്താക്കന്മാരെ ലഭിക്കാനും ഉള്ള ഭർത്താക്കന്മാരെ നെടുമാംഗല്യത്തിനും വേണ്ടിയിട്ടാണ്. കാരണം പാർവതീദേവി തിരുവാതിര നോമ്പൊക്കെ എടുത്തിട്ടാണ് മഹാദേവനെ കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ആ തിരുവാതിര ആശംസകൾ. തിരുവാതിര നോമ്പെടുക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. ഹരേ